ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. വെടിനിർത്തലിനായുള്ള ഖത്തറിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പദ്ധതിക്ക് അനുമതി നൽകിയത്. സൈനിക നടപടിക്കായി 60,000 സൈനികരെ വിന്യസിപ്പിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ബി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വെൽക്കം ടു 24 ഫാമിലി. ആദ്യമായിട്ടാണ് ശ്രീജിത്ത് ഒരു റിപ്പോർട്ടിങ്ങിനായി എത്തുന്നത്. നമ്മുടെ ഫാമിലിയിലേക്ക് അവസാനമായി വന്നൊരാൾ കൂടിയാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് ഈ വാർത്തയിലേക്ക് കടക്കാം. ശ്രീജിത്ത്, എവിടെ നിന്നാണ് എത്തിയത്, അതിൻ്റെ വിവരങ്ങൾ? അതെ, ഞാൻ ന്യൂസ് മലയാളത്തിലായിരുന്നു. ന്യൂസ് മലയാളത്തിൽ എന്നാണ് വന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ജോയിൻ ചെയ്തതാണ് മണിക്കൂറുകൾ ആണ്. അപ്പോഴാണ് ഗാസയിൽ വലിയ തീരുമാനങ്ങൾ വരുന്നു, പുതിയ തീരുമാനങ്ങൾ, നിർണായകമായ തീരുമാനങ്ങൾ. അങ്ങനെ അതിലേക്ക് പോകുന്നു. ഞാനങ്ങ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. പ്രജിൻ, ഇത് വലിയ നിർണായകമായ തീരുമാനമാണ്. കാരണം കഴിഞ്ഞൊരു 2 വർഷത്തോളമായി വലിയ രൂപത്തിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം, ഏറ്റുമുട്ടൽ ഇസ്രായേലും ഹമാസും തമ്മിൽ, പലസ്തീനാണെങ്കിൽ പോലും ഹമാസുമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഏറ്റുമുട്ടൽ നടക്കുന്നത്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ വിഭാഗത്തിൻ്റെ അംഗീകാരം എന്നുള്ളത് വളരെ നിർണായകമായ തീരുമാനമാണ്. ഗസ പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ഹമാസിൻ്റെ എതിർപ്പുണ്ടാകും. പക്ഷേ 60,000-ഓളം സൈനികരെ വിന്യസിച്ചുകൊണ്ട് പൂർണ്ണമായും ഗസ പിടിച്ചെടുക്കാനുള്ള തീരുമാനമാണ്. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് തന്നെ ഏതാണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയ തീരുമാനത്തിലേക്ക് പോകുന്നത്. 60,000 സൈനികരെ വിന്യസിക്കാൻ പോകുന്നു. വിന്യസിച്ചുകൊണ്ട് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നു. ഉറപ്പായും ഹമാസിൻ്റെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ വലിയ രൂപത്തിലുള്ള ബന്ദികളുണ്ട്. ആ ബന്ദികളെ മുഴുവൻ എവിടേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൽ നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ, കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പണിമുടക്കുണ്ടായതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ നിർണായകമായ ഒരു തീരുമാനം, വലിയ രൂപത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം, ഒരുപക്ഷെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു തീരുമാനമാണ്. അതുമാത്രമല്ല, ഗസയിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് 1 മാസത്തോളമായി ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി മൂലം മരണപ്പെടുന്ന സാഹചര്യം, അതിനേക്കാളേറെ ആളുകൾ ഭക്ഷണമില്ലാതെ വലയുന്ന ഒരു സാഹചര്യം ഒക്കെ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ അവിടേക്ക് ഏതാണ്ട് 60,000 സൈനികരെ വിന്യസിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുക്കുന്നത്. ഇസ്രായേൽ ഈ തീരുമാനം അംഗീകരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തെ യുദ്ധത്തിന് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന് ഒരു പരിസമാപ്തിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും ആ പരിസമാപ്തി എന്നുള്ളത് ഹമാസിൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. ഹമാസ് ഈ ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ വലിയ രൂപത്തിൽ മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഖത്തർ ആ മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേൽ ഈ തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഹമാസിൻ്റെ നിലപാട് നിർണായകമാണ്. ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ യുദ്ധം ഇവിടെ അവസാനിക്കുമ്പോൾ വീണ്ടും തുടരുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ബലപ്പെടുന്നത്. ഹമാസ് എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് കാത്തിരിക്കുന്നത് ലോകം. ബി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും.